നമ്മുടെ ദൈവത്തിൻ്റെ ഉദ്ദേശം നാം അവനോടുകൂടെ ഏക ശരീരസ്ഥരായി തീരുക, അവനോടുകൂടെ പാർപ്പാൻ ഒരുക്കമുള്ളവരായി തീരുക എന്നുള്ളത് വചനത്തിൽ കൂടെ മനസ്സിലായല്ലോ. അപ്പോൾ അതിനുവേണ്ടി നാം ഒരുങ്ങുന്നത് എങ്ങനെയാണ്? ആ കാര്യത്തിൽ അല്പം ആഴമായി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 10:9 വായിച്ചാട്ട്. റോമാലേഖനം 10:9. റോമൻസ് 10:9. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. കർത്താവായ യേശുക്രിസ്തുവിനെ വായ് കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇതെത്ര ലഘുവായ ഒരു കാര്യമാണ്. ഇനിയും റോമ 10:13 വായിച്ചാട്ട്. റോമാലേഖനം 10:13. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇനി അപ്പോസ്തല പ്രവൃത്തി 16:31. ആക്ട്സ് ചാപ്റ്റർ 16:31. ആക്ട്സ് 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, കർത്താവിനോടുകൂടെ ഏക ശരീരസ്ഥരാകാൻ ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രം പോരാ. ഇതത്ര ലഘുവായ കാര്യമല്ല. യാക്കോബ് 2:19 വായിച്ചാട്ട്. യാക്കോബ് 2:19. ജെയിംസ് 2:19. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തെ വിശ്വസിച്ചാൽ മതിയെങ്കിൽ ആര് വിശ്വസിക്കുന്നുണ്ട്? പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്, വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും എന്നുള്ളൊരു ധാരണ കൊണ്ട് വിശ്വസിച്ചാൽ മതി. കാര്യങ്ങൾ എങ്ങനെ? പ്രിയമുള്ളവരെ, വിശ്വസിക്കണം, എന്നാൽ വില കൊടുക്കാതെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുവാൻ സാധ്യമല്ല. ഇന്നൊരുപാട് പുതിയ പ്രസംഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. വിശ്വസിക്കുക, രോഗസൗഖ്യം മാറാൻ വിശ്വസിച്ചാൽ മതി, വീട്ടിലെ കഷ്ടങ്ങൾ മാറാൻ വിശ്വസിച്ചാൽ മതി, പ്രയാസങ്ങളൊക്കെ മാറാൻ വിശ്വസിച്ചാൽ മതി. എന്നാൽ ദൈവത്തിനോടുകൂടെ ഏക ശരീരസ്ഥരാകണമെങ്കിൽ മുതൽ മുടക്കിയേ ഒക്കുള്ളൂ. ഇന്ന് കാണുന്ന ദൈവമക്കളിൽ ഭൂരിഭാഗവും മുതൽ മുടക്കാതെ വിശ്വസിച്ചു വന്നവരാണ്. ഭൂരിഭാഗവും ഇന്ന് കർത്താവിലേക്ക് വരുന്നത് ആളുകൾ അങ്ങ് വളരെ ഈസിയാക്കി തീർത്തിരിക്കുകയാണ്. വിശ്വസിച്ചു, തായ്പൊക്കെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങ് ഒരുപാട് പുതിയ വിശ്വസിച്ചാൽ മതി. ഇത് വിശ്വസിച്ചാൽ അതിൻ്റെ ആരെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ രോഗം മാറി വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് രക്ഷിക്കപ്പെട്ടെന്നാണ് നമ്മുടെ ധാരണ. അടുത്ത് തന്നെ കൊണ്ടുപോയി അവനെ വെള്ളത്തിൽ മുക്കാൻ സ്നാനപ്പെടാൻ ഒരുക്കമാണെങ്കിൽ പെട്ടെന്നുള്ള സ്നാനപ്പെടുത്തുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, ഹിന്ദുക്കളായ പ്രിയപ്പെട്ടവർ വർഷത്തിൽ എത്ര പ്രാവശ്യം അവർ സ്നാനപ്പെടുന്നുണ്ട് അവരുടെ പുണ്യ ദിവസങ്ങളിലൊക്കെ. അവർക്ക് പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മേൻ്റെ നാമത്തിൽ 1 or 10 പ്രാവശ്യം സ്നാനപ്പെടുന്നൊന്നും വലിയ കാര്യമല്ല. അവർക്കതൊന്നും ഒരു വലിയ കാര്യമല്ല. വില കൊടുക്കാതെ ക്രിസ്തുവിൻ്റെ ശരീരസ്ഥരായി തീരുവാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നില്ല. വിശ്വസിക്കാൻ വേണ്ടിയല്ല കർത്താവ് നമുക്ക് തന്ന ഉപദേശം നമ്മൾ നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെ വായിച്ചാട്ട്. മത്തായി 28-ന്റെ 18 മുതൽ 20 വരെ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഞാൻ പ്രിയമുള്ളവരെ, വിശ്വസിച്ചാൽ പോരാ,
ശിഷ്യരാകണം. ഇതിന്റെ മനസ്സിലാകണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 13:44 വായിച്ചാൽ. മാത്യു 13:44. മാത്യു 13:44. മത്തായിയുടെ സുവിശേഷം 13:44. സ്വർഗരാജ്യം മൈലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുന്നു. ഒരു വയലിൽ നിധിയുണ്ടെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു? തനിക്കുള്ളത് ഒക്കെയും വിറ്റു. മുഴുവനും വിറ്റേച്ച് എന്ത് ചെയ്തു? അത് വാങ്ങി. അതിനൊത്തിരി അർത്ഥമുണ്ട്. ഇത് മനസ്സിലാകണം. മത്തായിയുടെ സുവിശേഷം തന്നെ വീണ്ടും ഒരു വചനം എഴുതിയിട്ടുണ്ട്. 19:16 മുതൽ 22 വരെ വായിച്ചാൽ. 19:16 മുതൽ 22 വരെ. മാത്യു 19:16-22. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നതെന്ത്? നല്ലവൻ ഒരുത്തനേയുള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം, കൂട്ടുകാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവ ഒക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവരോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. ഇവിടെ ഒരു യൗവനക്കാരൻ നിത്യജീവൻ പ്രാപിക്കാനാ വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ യഹോവയായ കർത്താവ് പറഞ്ഞു, നീ ന്യായപ്രമാണങ്ങളെല്ലാം പാലിക്കൊണ്ട് പറഞ്ഞു. അതെല്ലാം ഞാൻ പാലിച്ചു വരുന്നു. കുല ചെയ്യുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നു പറഞ്ഞു. പിന്നെ കർത്താവ് എന്താ പറഞ്ഞു അവനോട്? നിത്യജീവൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിനക്കുള്ളത് മുഴുവനും വിറ്റിട്ട് ആർക്ക് കൊടുക്കണം? ദരിദ്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവർക്ക് നീ എന്ത് ചെയ്യണം? കൊടുക്കണം. പിന്നെ എന്നെ അനുഗമിക്കുക. ഇന്ന് രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാക്കി. ഒന്ന് കൈപൊക്കിയാൽ മതി, ഒന്ന് കരഞ്ഞാൽ മതി, കാര്യം തീർന്നു. സഭയുടെ അംഗവുമായി അടുത്ത ആഴ്ച വെള്ളത്തിൽ മുങ്ങും, പിന്നെ ഒരു ആത്മാവും കിട്ടും, അന്യഭാഷയും പറയും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഇവരെല്ലാം സ്വർഗത്തിൽ പോകാൻ അങ്ങ് ഒരുങ്ങിയിരിക്കുക. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. വില കൊടുക്കാതെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗമായി തീരുവാൻ കഴിയയില്ല. ഇന്ന് വിശ്വസിക്കുന്ന ഒരു വലിയൊരു കൂട്ടമുണ്ട്, വില കൊടുക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ട്. അതാണ് ഇന്നത്തെ വ്യത്യാസം. വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടമുണ്ട്, അതിന് വില കൊടുക്കാതെ സാത്താനും എന്ത് ചെയ്യുന്നുണ്ട്? ദുഷ്ടാത്മാക്കൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുകയും ചെയ്യുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ സ്വർഗം നമ്പർ 1 അവർക്കാ കൊടുക്കേണ്ടത്. ഒരു ദൈവമുള്ളത് അവർ വിശ്വസിക്കുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ സ്വർഗം ആദ്യം ആർക്ക് കൊടുക്കണം? വിശ്വസിച്ചാ പോരാ, അതിനുള്ള വിലയും കൊടുക്കുവാൻ നാം ഒരുക്കമാണ്. ആരാ ശിഷ്യരാകാൻ കഴിവുള്ളവർ? കർത്താവ് പറഞ്ഞല്ലോ, ലൂക്കോസ് 9:23. ശിഷ്യരാകണമെങ്കിൽ എന്ത് ചെയ്യണം? Luke 9:23. Who can become a disciple? പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ, ശിഷ്യനാകാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് എന്ത് ചെയ്യണം? നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഒന്ന്, തന്നെത്താൻ നിഷേധിക്കണം. അത് കഴിഞ്ഞ് നാൾതോറും ക്രൂശ് എടുക്കണം. ഹല്ലേലൂയ. തന്നെത്താൻ നിഷേധിക്കണം, പിന്നെന്ത് ചെയ്യണം? നാൾതോറും ക്രൂശ് എടുക്കണം. ഈ ക്രൂശ് എന്ന് പറഞ്ഞത് അവരവരുടെ ക്രൂശ, കഷ്ടതയാകുന്ന ക്രൂശ് എന്ത് ചെയ്യണം? നാൾതോറും ക്രൂശ് എടുത്ത് എന്ത് ചെയ്തേക്കുള്ളൂ? അവനെ അനുഗമിപ്പാൻ. സ്തോത്രം. ഇത് കർത്താവ് പറഞ്ഞ ഉപദേശമാണ്. ഇനിയും
അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26 മുതൽ 33 വരെ ഒന്ന് വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26 മുതൽ 33 വരെ. മത്തായിയതല്ല, ലൂക്കോസിന്റെ സുവിശേഷം, ക്ഷമിക്കണേ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 26 മുതൽ 33 വരെ. ലൂക്ക് ചാപ്റ്റർ 14 വേഴ്സ് 26 to 33. ശിഷ്യനാകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ മകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ മകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവനെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പ് ഇരുന്ന് 20,000-വുമായി വരുന്നവനോട് താൻ 10,000-വുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തനിക്കുള്ളത് ഏതൊക്കെ വിട്ടുപിരിയണം? ഒക്കെയും വിട്ടുപിരിയണം. എന്നാൽ മാത്രമേ ക്രിസ്തുവിന്റെ കർത്താവിന്റെ ശരീരത്തോട് ഏക ശരീരസ്ഥരാകുവാൻ കഴിയുകയുള്ളൂ. കൈപൊക്കി പ്രാർത്ഥിച്ച രോഗസൗഖ്യം കിട്ടും, ആശ്വാസം കിട്ടും. ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കണമെങ്കിൽ അതിന് കുറച്ച് മുതൽ മുടക്കിയൊക്കെയുള്ളൂ. വിശ്വസിച്ചാൽ ഇന്ന് ആളുകൾക്കെല്ലാം എന്താ, എങ്ങനെയെങ്കിലും ഈ കഷ്ടം നിറഞ്ഞ ലോകത്തിൽ അങ്ങ് ജീവിച്ചാൽ മതി. പിന്നെ വിചാരിക്കുന്നതാണ് കഷ്ടം നിറഞ്ഞ ലോകത്തിൽ അത് ജീവിച്ച എങ്ങനെയെങ്കിലും അല്ലേലിയോ 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 സ്വോത്രം യേശുവേ എന്ന് പറഞ്ഞ് മറ്റു ദൈവങ്ങൾ പറഞ്ഞാൽ കാഹളം തൊലിക്കുമ്പോൾ അങ്ങ് പറന്നു പോകുമെന്ന ആ ഒരു ചിന്ത, അത് വചനാടിസ്ഥാനമുള്ള ചിന്തയല്ല. വിശ്വസിച്ചാൽ പോരാ. ഇവിടെ എഴുതിയിരിക്കുന്നു, ഒരു വീട് പണിയാൻ ഇച്ഛിച്ചു, ഉടനെ അവൻ ഇരുന്ന് കണക്ക് കൂട്ടും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ? അതുപോലെ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇരുന്ന് ഒന്ന് നോക്കണം, എനിക്ക് ആരെയെല്ലാം വിടണം? എൻ്റെ അപ്പനെ വിടണം, എൻ്റെ അമ്മയെ വിടണം, എൻ്റെ ഭാര്യയെ വിടണം, എൻ്റെ മക്കളെ വിടണം, എൻ്റെ ഭർത്താവിനെ വിടണം, എൻ്റെ സ്വന്തം ശരീരവും കൂടെ വിടേണ്ടതാ. ഇതിന് എനിക്ക് ഒരുക്കമുണ്ടോ എന്ന് ആദ്യം എന്ത് ചെയ്യണം? ഇരുന്ന് കണക്ക് നോക്കണം. അങ്ങനെയുള്ളവർ മാത്രമേ കാഹളം കേൾക്കുമ്പോൾ പോകുകയുള്ളൂ. ഓർത്തിരുന്നോണം. കാരണം ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നമ്മെ കുറച്ചുപേരെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ട് രക്ഷിക്കാനല്ല ദൈവത്തിന്റെ ഉദ്ദേശം. ഏക ശരീരസ്ഥരായി തീരണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ യോജിച്ചിരിക്കുന്നോ അതുപോലെ യോഗ്യരായി തന്നെ. അതുകൊണ്ട് ഈ വിടണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിന് നമ്മുടെ മക്കളോട് ദേഷ്യം വന്നു പറഞ്ഞാൽ ഭർത്താവിനോട് ദേഷ്യമാണ്. പിന്നെ എന്തിനാ ഈ ഭർത്താക്കന്മാർക്ക് തന്നത്? മക്കളെ തന്നത് എന്തിനാ? എന്തുകൊണ്ടാ വിടണം? നമ്മുടെ ആ എന്റേത് എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിടുതൽ. എൻ്റെ ശരീരം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ വസ്തു, എൻ്റെ പേര്, ഈ എൻ്റേത് എവിടുന്നാ വന്നത്? ഞാനിന്ന് പറഞ്ഞല്ല, എവിടുന്ന ആരംഭിച്ചത്? ഏതൻ തോട്ടത്തിലുണ്ടാ എൻ്റേത് ആരംഭിച്ചത്. ആ എൻ്റേത് മാറ്റിയെങ്കിൽ മാത്രമേ എന്തായിത്തരാൻ നോക്കുള്ളൂ? ഏക ശരീരസ്ഥരായി തീരാൻ. ഇതില്ലാതെ നമ്മൾ എത്ര നൃത്തം ചെയ്താലും ഓട്ടം തുള്ളിയാലും ചാടിയാലും എല്ലാം ഇവിടെ കിടക്കാം. ഇവിടെ കുറച്ച് അല്ലേലിയ പറഞ്ഞു പിന്നെ നരകത്തിൽ പോയി അതിന്റെ ഫലവും അനുഭവിക്കാം. ക്രിസ്തുവിന്റെ ശരീരത്തോടെ ഏകീഭവിക്കുവാൻ ഏക ശരീരസ്ഥരാകണം. അതുകൊണ്ടാണ് ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ വില കൊടുത്തത്.
അതുകൊണ്ടാണ് പെന്തക്കോസിന്റെ ആരംഭകാലങ്ങളിൽ അപ്പച്ചന്മാര് വലിയ വില കൊടുത്ത് മക്കളെ കെട്ടിച്ചില്ലെങ്കിലും സാരമില്ല, കുഴിച്ചിടാൻ സ്ഥലമില്ലെങ്കിലും സാരമില്ല, പുറമ്പോക്കിലായാലും നദിയുടെ തീരത്തായെങ്കിലും എവിടെയെങ്കിലും കുഴിച്ചിട്ടാലും വേണ്ടെങ്കിൽ കർത്താവ് മതി എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച. ഇന്നത് എന്താക്കി തീർന്നറിയാം? വളരെ എളുപ്പമാക്കി തീർത്ത്. കൈ പൊക്കിയ നല്ലേലിയ പറഞ്ഞെങ്കിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ കാളം കേൾക്കുമ്പോൾ നിങ്ങളുടെ കാതുകളിൽ എത്തത്തില്ല. വില കൊടുത്തവർ മാത്രം വിശ്വസിച്ചാൽ പോരാ. ഇപ്പോൾ ഞാൻ നിങ്ങളെ മനസ്സിലാക്കുവാനായി ഇതിപ്പോൾ വാച്ചാണെന്ന് വിചാരിച്ചാട്ട്, ഈ രക്ഷ എന്ന് പറയുന്നതിന് കൈ പൊക്കിയാൽ രക്ഷിക്കപ്പെടുമെന്ന് വിചാരിച്ചു ഈ വാച്ചാണ്. ഞാനിത് തൃശ്ശൂരിലും പറഞ്ഞെന്നാണ് ഓർക്കുന്നത്. ഇത് വാച്ചിന്റെ ചെയിനാണ്, ഇതിന്റെ കീ, ഇതിന്റെ ഡയൽ, ഇതിനകത്ത് ഇതിന്റെ ഒരു മെഷീനുണ്ട്. ഇതും വാച്ചാണ്, ചെയിനും വാച്ചാണ്, കീയും വാച്ചാണ്, ഡയലും വാച്ചാണ്. അതിനകത്ത് വിലയുള്ള മെഷീനാണ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ കർത്താവിനെ വിശ്വസിക്കണം, യേശുക്രിസ്തു മാത്രം ദൈവം എന്നുള്ളത്. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? സകലതും ത്യജിക്കണം, സകലതും ത്യജിക്കണം. ഇത് കൂടുതൽ കിട്ടുന്ന പരിപാടിയല്ല, നേടുന്ന പരിപാടിയല്ല. ഇതെന്താണെന്നറിയാം? ഉപേക്ഷിക്കുന്ന പരിപാടിയാണ്. പഴയ നിയമകാലത്ത് കർത്താവ് എങ്ങനെ അനുഗ്രഹിച്ചു, പുതിയ നിയമകാലത്ത് എങ്ങനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് അനേകർക്കും അത് ശരിയായിട്ട് മനസ്സിലാകുന്നില്ല. പഴയ നിയമകാലങ്ങളിൽ അഥവാ യേശുക്രിസ്തു വരുന്നതിന് മുൻപ് ലോകജാതികൾ ചിന്തിച്ചിരുന്നത് ആരുടെ ദൈവമാണ് വലിയ ദൈവം, അവൻ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കും. അപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനും മറ്റുള്ളവർക്ക് സമ്പത്തുകൾ കൊണ്ട് അനുഗ്രഹിച്ച് വെളിപ്പെടുത്തി, ഞാനാണ് ഏറ്റവും വലിയ ദൈവം. അതുപോലെ അന്ന് ആരുടെ ദൈവമാണ് ബലവാനായ ദൈവം? ശത്രുക്കളെ സംഹരിക്കും. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്കും മറ്റുള്ളവർക്കെതിരായി വന്ന സകല ശത്രുക്കളെയും സംഹരിച്ച് ദൈവം വെളിപ്പെടുത്തി, അവനാണ് വലിയവനായ ദൈവം. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, കിട്ടാനല്ല നിനക്കുള്ളത് എന്ത് ചെയ്യണം? ഭൗതികമായാലും കിട്ടാനുള്ള ഭൗതികമായി നിനക്കുള്ളത് എന്ത് ചെയ്യണം? ത്യജിച്ചാലേ നിനക്ക് എന്ത് ചെയ്യാനും കൊള്ളൂ. അതുപോലെ നിന്റെ ശത്രുക്കളെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഒരു ചകിട്ടത്തടിച്ചാൽ മറ്റേത് കാണിച്ചു വിടും. രണ്ടും കൂടെ വ്യത്യാസമുണ്ടോ? പറഞ്ഞാട്ട് പഴയ നിയമ അനുഗ്രഹങ്ങളും പുതിയ നിയമ അനുഗ്രഹങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇത് മനസ്സിലാക്കാതെ നമ്മൾ അബ്രാഹാമിനെ അനുഗ്രഹിച്ച ദൈവമേ എന്നെയും അനുഗ്രഹിക്കണമേ, അബ്രാഹാമിന് കൊടുത്ത പോലെ എനിക്കും കൊടുക്കണമേ കർത്താവേ. സഹോദര, രണ്ടും രണ്ട് കാലമാണ്. അന്ന് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത് ഈ ലോകത്തിലെ കനാനാണ്. എന്നാൽ നമ്മൾക്ക് വേണ്ടി കർത്താവ് പറഞ്ഞത് നിത്യമായത് പുതിയൊരുശലേം, അവനോടുള്ള നിത്യവാസം. നിത്യവാസമാണ് നമുക്ക് വാഗ്ദത്തം പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ലോകത്തിലുള്ളത് നീ എന്ത് ചെയ്യണം? തിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിന് കനാൻ കിട്ടണമായിരുന്നു? നല്ലപോലെ ശ്രദ്ധിക്കണേ. അബ്രഹാമിന് കനാൻ കിട്ടണമെങ്കിൽ ഹാരാൻ വിടണമായിരുന്നു. പറഞ്ഞാട്ട് വിടണമായിരുന്നു. നീ എന്താണ് അവനോട് പറഞ്ഞത്? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോരുക. അബ്രഹാം വിട്ടുപോകുന്നോ? ഇന്ന് ദൈവമക്കൾ അതിനൊരുക്കമാണോ? കുറഞ്ഞത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, അബ്രഹാമിന് കനാൻ ദേശം കൊടുക്കാൻ ദൈവം പറഞ്ഞു, കുറഞ്ഞ പാട്ട് നീ എന്ത് ചെയ്യണം? നിന്റെ ജാതിക്കാരെ വിട്ടേച്ച് പുറപ്പെട്ടു വരിക. ഇന്ന് നമുക്ക് അബ്രഹാമിനെ പോലെ അനുഗ്രഹം വേണമെന്ന് അബ്രഹാം ചെയ്ത കുറഞ്ഞതെങ്കിലും ചെയ്യാൻ നമ്മൾ ഒരുക്കമല്ല. അബ്രഹാം സ്വന്തം ദേശക്കാരെയും ജാതികളെ എല്ലാം എന്ത് ചെയ്തു? വിട്ടു. നീ നിന്റെ സ്വജനത്തെയും എല്ലാം വിട്ടിട്ട് എന്ത് ചെയ്യാ? ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോവുക. ഈ ദേശത്തിലെ ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി അബ്രഹാമിന് അത് എന്ത് ചെയ്യേണ്ടി വന്നു? വിടേണ്ടി വന്നു. എന്നാൽ ഇന്ന് കർത്താവേ എന്നെ രക്ഷിക്കണമേ, എന്റെ വസ്തു എല്ലാം എന്റെ 4 വശത്തിന്റെ ദൂതന്മാരിരിക്കട്ടെ, കർത്താവേ എന്റെ തേങ്ങ ഒന്നും ആരും പിരിച്ചുകൊണ്ട് പോവല്ലേ കർത്താവേ, ഞാൻ നിന്റെ മകനായി നിന്റെ വക ഞാൻ കൊടുത്തേക്കാം കർത്താവേ, എല്ലാ വർഷം തോറും എല്ലാ മാസവും ഞാൻ ദശാംശവും കൊടുത്തേക്കാം.
പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പരിപാടി കൊണ്ടൊന്നും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗമായി തീരുവാൻ കഴിയുകയില്ല. ഇരുന്ന് വില കൊടുക്കണം. അബ്രഹാം ആണെങ്കിൽ ആ ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി തനിക്കുള്ളതൊക്കെയും വിട്ടവൻ യാത്ര തിരിച്ചു. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അവൻ യാത്ര തിരിച്ചു. ഇന്നത്തെ പുതിയ മാർഗത്തിൽ അതൊന്നും വേണ്ട, കൈ പൊക്കി 2 ഹല്ലേലൂയ പറഞ്ഞു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, 2 ടട്ട പറഞ്ഞു, അന്യഭാഷ പറഞ്ഞു, നീ സ്വർഗത്തിൽ പോവാൻ നിന്റെ വണ്ടി തയ്യാറാണ്. ഈ അന്യഭാഷ പറയുന്നൊന്നും പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് വിചാരിക്കരുത്. ഇന്ന് അന്യഭാഷ ഒത്തിരിയുണ്ട്. അമ്പലങ്ങളിൽ എത്ര പേര് അന്യഭാഷ പറയുന്നുണ്ട്. സാധു സന്യാസിമാർ എത്ര പേര് അന്യഭാഷ പറയുന്നുണ്ട്. റോക്ക് ആൻഡ് റോൾ വരുന്നവർ എത്ര അന്യഭാഷ പറയുന്നുണ്ട്. ഇന്ന് വടക്കേന്ത്യയിലോട്ട് വന്നാൽ ശിഖിയാരുടെ ക്ഷേത്രത്തിലും അന്യഭാഷയുണ്ട്. ഹിന്ദുക്കളി ഒടുവിൽ ഭജന നടത്തി ഒടുവിൽ ആ ഡോലക്കല കൊണ്ട് സ്പീഡായിട്ട് നമ്മളെ പെന്തക്കോസ്കാർ പറയുന്നതിനേക്കാൾ നല്ല സ്പീഡായിട്ട് അവർ അന്യഭാഷ പറയും. അപ്പൊ ഈ അന്യഭാഷയെല്ലാം ദൈവത്തിൽ നിന്നാണെന്നൊന്നും വിചാരിക്കരുത്. അന്യഭാഷ പറഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകുന്നതല്ല. വില കൊടുക്കണം പ്രിയമുള്ളവരെ. വില കൊടുക്കാതെ കാര്യം നടക്കുകയില്ല. അബ്രഹാമിന് ദൈവം കനാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോരുക. ഏത് ദേശമാണെന്ന് പോലും പറഞ്ഞില്ല. അതിന് അബ്രഹാം ഇരിക്കുന്നത് ഇന്നത്തെ ദൈവമക്കൾ എളുപ്പം പണിയായിട്ട് എളുപ്പം റെഡിമെയ്ഡാ. എല്ലാം റെഡിമെയ്ഡ് വസ്ത്രമുള്ളതുപോലെ റെഡിമെയ്ഡാ. രക്ഷയുണ്ട്, റെഡിമെയ്ഡാ. ഒന്ന് കൈപൊക്കിയാ മതി. 2 ഹല്ലേലൂയ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കർത്താവെ ഞാൻ പട്ടിണിയാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ രോഗമാണ്, എന്നെ എല്ലാം തള്ളിയിരിക്കും, ഞാൻ ഏകാഗിയാണ് എന്ന് പറയുന്നത് കരഞ്ഞു കഴിയുമ്പോൾ പാസ്റ്റർ വിചാരിക്കുന്ന മാനസാന്തരപ്പെട്ടെന്നാ. ഹല്ലേലൂയ, മാനസാന്തരപ്പെട്ടു. സ്വത്രം. ഒരാത്മാവിനെ കിട്ടി, 2 കിട്ടി, 10 കിട്ടി. ഒരു കൺവെൻഷൻ നടത്തി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും 15, 30, 100 പേരെ എങ്ങനെയെങ്കിലും സ്നാനപ്പെടുത്തണം. അതിന് ഡ്രം സെറ്റുകാർ കൊണ്ട് സ്പീഡായിട്ട് അടുപ്പിച്ചാണെങ്കിലും കൊള്ളാം. എങ്ങനെയാണ് 2 കൊണ്ട് കണ്ട് സ്പീഡായിട്ട് അടിച്ചോ, അവൻ കുലുങ്ങുന്ന കണ്ടോ, ശരി, അവനും ആത്മാവ് കിട്ടി, പിന്നെ അന്യഭാഷ പറഞ്ഞോളൂ. നമുക്ക് വെള്ളത്തിൽ മുക്കിയേക്കാം. നമ്മുടെ അംഗങ്ങൾ എന്താണ്? ശരിയാ, നിങ്ങളുടെ രജിസ്റ്ററിൽ ആളുകൾ കൂടിക്കൊള്ളട്ടെ, വരുമാനം വരും. എന്നാൽ കാളം തൊനിക്കും. സഭ എടുത്തോളപ്പെടുന്നതിന് ശേഷം നിങ്ങൾ സഭ നടത്താൻ ഒരുങ്ങിയിരുന്നോണോ? കർത്താവിനെ കാളം വന്നു. ശനിയാഴ്ച കർത്താവ് വന്നു, തന്റെ സഭ എടുത്തോളപ്പെടും. ഞായറാഴ്ച വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തമ്പേറും കൊട്ടി പാട്ടും പാടിക്കൊണ്ടിരിക്കും. കർത്താവേ, നിന്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. സഭ എവിടെ പോയി? സ്വർഗത്തിൽ പോയി. അങ്ങനെ സംഭവിക്കാൻ പോകുകയാ. അതുകൊണ്ട് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ദൈവം എന്തുമാത്രം മുതൽ മുടക്കുന്നു, വലിയവനായ ദൈവം എന്തുമാത്രം മുതൽ കൊടുക്കുന്നു. അതിന് കൈപൊക്കി എങ്ങനെയെങ്കിലും കുറച്ച് പ്രേരണ കൊടുത്തിട്ട്, ഒരു സന്തോഷം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൈപൊക്കിയാൽ മതി എന്ന് വിചാരിച്ചാൽ കാര്യം നടക്കയില്ല. പ്രിയമുള്ളവരെ, ഇതിന് വില കൊടുക്കാൻ ഒരുങ്ങണം. വില കൊടുക്കാതെ കാര്യം നടക്കയില്ല. അതിന് വില കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കണം. എഫേസ്യ ലേഖനം 2:19 വായിച്ചാട്ട്. എഫേസ്യ 2:19. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ദൈവത്തിന്റെ ഭവനക്കാരായി തീരണം. ദൈവത്തിന്റെ ഭവനക്കാരായി തീരുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ ഭവനക്കാരായി തീരുന്നത്. ആ പ്രിയ മകന്റെ പപ്പ വന്നിട്ടുണ്ടോ? ആ മോനെ, അവന്റെ പപ്പ എന്ത് ചെയ്യേ? ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നാട്ട്, 2 പേരും കൂടി ഇങ്ങോട്ടൊന്ന് വന്നാട്ട്. ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ. വന്നാട്ട് പപ്പായും ഒന്നുകൂടി ഇങ്ങോട്ട് വന്നു. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഒരല്പം മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ പ്രിയ സഹോദരന്റെ മകനാണ്. നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം, ഈ മകന് ഇവിടെ പാലക്കാട്ട് ബസ് സ്റ്റാൻഡിൽ നടന്ന് പിച്ച തെണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അപ്പനുമില്ല, അമ്മയുമില്ല, എനിക്ക് ആരുമില്ല, എന്നെ ആരെങ്കിലും കൊണ്ടുപോകണേ എന്ന് പറഞ്ഞപ്പം വിളിച്ചുകൊണ്ട് വന്നാണോ ഇവനെ? അല്ല. ഈ ട്രെയിനിൽ തൂത്തോണ്ട് നടക്കുന്നുണ്ട് ചിലരെല്ലാം.
അയ്യോ എനിക്ക് ആരുമില്ലേ, 2 പൈസ തരണേ, 2 പൈസ തരണേ, അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നാണ്. അങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രിയ സഹോദരന്റെ കുടുംബത്തിൽ ഇവൻ ജനിച്ചതാണ്. അങ്ങനെയാണ് ഇവൻ കുടുംബക്കാരനായി തീർന്നത്. ദയ കിട്ടാൻ വന്നതല്ല ഇവൻ, ആശ്വാസം പ്രാപിക്കാൻ വന്നതല്ല, സൗഖ്യം പ്രാപിക്കാൻ വന്നതല്ല. എങ്ങനെയാ ഇവൻ ഈ കുടുംബക്കാരനായത്? എങ്ങനെയായത്? ജനിച്ചതാണ്. ഇന്ന് ദൈവത്തിന്റെ കുടുംബത്തിൽ വരുന്ന ഭൂരിഭാഗം എന്തിനു വേണ്ടി വരുന്നതാ? ആശ്വാസം പ്രാപിക്കാൻ, ദയ കിട്ടാൻ, സങ്കടങ്ങൾ മാറിപ്പോകാനാണ്. അങ്ങനെ വന്നാൽ ജനനം നടക്കുമോ? പറഞ്ഞാട്ട് നിങ്ങൾ പറയും ഞാൻ പറയുന്ന സത്യമാണോ? ഇന്ന് ജനിപ്പിക്കുന്ന വചനമാണോ നൽകുന്നത്, ആശ്വസിപ്പിക്കുന്ന വചനമാണോ ഇന്ന് കൺവെൻഷനുകളിൽ നൽകുന്നത്? പറഞ്ഞാട്ട് ഇന്ന് കൺവെൻഷനിലെ പ്രധാന പ്രസംഗ വിഷയം ആത്മാക്കളെ ദൈവത്തിന്റെ ഭവനത്തിൽ ജനിപ്പിക്കുന്ന വചനമാണോ, അതോ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ആശ്വാസത്തിന് വേണ്ടി കൊണ്ടുവരുന്ന വചനമാണോ? പറഞ്ഞാട്ട് എങ്ങനെയുള്ള വചനമാണ്? ആശ്വാസത്തിന്. ഇന്ന് കൂടുതലും നടക്കുന്നത് ജനങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ആശ്വാസം പ്രാപിക്കാൻ ഇന്ന് അനേകർ വരുന്നുണ്ട്. ദൈവം ആശ്വസിപ്പിക്കുന്നതിനോട് ദയുണ്ട്. എന്നാൽ വളരെ ചുരുക്കമേ ജനനം നടക്കുന്നുള്ളൂ. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ആശ്വാസം പ്രാപിക്കാൻ അനേകർ വരുന്നുണ്ട്. രോഗസൗഖ്യം വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്, പണത്തിന്റെ പ്രയാസങ്ങൾ പോകുന്നുണ്ട്, എല്ലാം ആശ്വാസം ലഭിക്കുന്നുണ്ട്. എന്നാൽ ജനനം നടക്കുന്നവർ, ജനിക്കുന്നവർ, ഞാൻ ചോദിക്കട്ടെ, ഈ മകന് എല്ലാ ദിവസവും അപ്പനോട് അപ്പം പപ്പ അപ്പം തരണേ എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടാണോ ഇരിക്കുന്നത്? എന്നാൽ ഈ ആശ്വാസം പ്രാപിക്കുന്നവർക്ക് എന്ത് ചെയ്തേ ഒക്കുള്ളൂ? എല്ലാ ദിവസവും ചോദിച്ചേ ഒക്കുള്ളൂ. എല്ലാ ദിവസവും ചോദിക്കാതെ അവരുടെ കാര്യം നടക്കുകയില്ല. കാരണം ഒരു ആശ്വാസം പ്രാപിച്ച വന്നവനാ ഇവൻ. എന്തുവാ ഇവൻ മകൻ? അവന്റെ അപ്പനാണ് അവന് നോക്കുന്നത്. അവന്റെ ഷർട്ട് പഴയതാകുന്നോ, ചെരുപ്പ് പഴയതാകുന്നോ, ഇവന് വിശക്കുന്നുണ്ടോ ഇവന്റെ അമ്മ നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ കളിച്ചുകൊണ്ടുകൂടി നടക്കും. അതാണ് ദൈവമക്കളാകുന്നവരുടെ അനുഭവം. അല്ലാത്തവര് ഇപ്പൊ ഇനി ഉച്ചയ്ക്ക് ചോറ് കിട്ടുമോ, വൈകിട്ടത്തേക്ക് പണം കിട്ടുമോ, കർത്താവിനോട് ചോദ്യമാ. എന്റെ ദൈവമേ എനിക്ക് തരണമേ, എനിക്ക് തരണമേ, എനിക്ക് ഭൗതിക നന്മകൾ തരണമേ. മത്തായി 6:8 വായിച്ചാട്ടെ. അല്പസമയം നശിക്കുന്നു, ക്ഷമിക്കണേ. 6:8 വായിച്ചാൽ. അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ആവശ്യമുള്ളത് അറിയുന്നു. ഇനി അതിന്റെ 31, 32, 30, 31 വായിച്ചാട്ടെ. 31, 32 വായിച്ചാട്ടെ. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഒടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഭവനത്തിൽ കയറി വന്നാൽ കാര്യം നടക്കുകയില്ല. ദൈവത്തിന്റെ ഭവനത്തിൽ എന്ത് ചെയ്യണം? ജനിക്കണം. ജനിക്കണം. ജനിച്ച് ഭവനക്കാരായി തീരണം. ഭവനത്തിൽ ജനിക്കാതെ കാര്യം നടക്കയില്ല. പോയിരുന്നാണ്. താങ്ക് യു. ഈ ഭവനത്തിൽ ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1 പത്രോസ് 1:21 വായിച്ചാട്ട്. 1 Peter chapter 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം വന്ന് വീണ്ടും ജനനം പ്രാപിക്കണം. വചനമാകുന്ന വിത്ത് നമ്മുടെ അകത്ത് വരണം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ,
പ്രിയ സഹോദരനും ഭാര്യയും കൂടെ ആയിരുന്നപ്പോൾ സഹോദരന്റെ വിത്ത് ആ ഭാര്യയുടെ ഗർഭത്തിൽ വന്നിട്ടാണ് ആ പ്രിയ പൈതൽ ജനിച്ചത്. അതൊരു ഫീലിംഗ് അല്ല, അതൊരു തോന്നലല്ല. ഇപ്പൊ ഒരാൾ പറയാണ്, ഒരു സഹോദരി കല്യാണം കഴിച്ച് 5-8 വർഷമായി. അപ്പോൾ ആ സഹോദരി പറയാണ്, എനിക്ക് തോന്നുന്നു, ഞാൻ കുറച്ചു നേരം ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് തോന്നി ഞാൻ ഗർഭവതിയായത്. എല്ലാവരോടും പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഗർഭവതിയായത്, എനിക്ക് തോന്നുന്നു, എനിക്ക് വിശ്വാസമാണ്. 2 മാസം കഴിഞ്ഞിട്ടും സഹോദരനോട് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഗർഭവതിയായി. 6 മാസമായപ്പോഴും പറയാം എനിക്ക് വിശ്വാസമുണ്ട്. എന്നാൽ മറ്റൊരു നോക്കുമ്പോൾ ഒന്നും വ്യത്യാസമൊന്നും കാണുന്നില്ല. 8 മാസമായപ്പോൾ ഞാൻ വിശ്വസിക്കും ഞാൻ ഗർഭവതിയായത്. അപ്പൊ മറ്റുള്ളവർ പറയും, സഹോദരി നീ വിശ്വസിച്ച കാര്യമൊന്നും നടക്കത്തില്ല, നിന്നെ കണ്ടിട്ട് ഗർഭവതിയായെന്ന് തോന്നുന്നില്ല. ഗർഭവതിയാകണമെങ്കിൽ ആ വിത്തകത്ത് വരണം. വിത്തകത്ത് വരാതെ ഗർഭം ആകുകയില്ല. അതുപോലെ വിത്തകത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 13:22 വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 13:22. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുപാട് ഈ ലോകത്തിന്റെ ചിന്തയും ആഗ്രഹങ്ങളാകുന്ന ഒരുപാട് മുള്ളും ഒക്കെ ഉണ്ട്. അവിടെ കർത്താവ് വിത്ത് വിതച്ചതിന്റെ ഉപമ പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വിത്ത് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. ഒരു പ്രാസംഗികനും വിത്ത് അകത്ത് കൊണ്ടുവരാൻ കഴിയില്ല. പ്രാസംഗികം അവർ ചെയ്യാൻ കഴിയുന്നത് ഒഴുക, ഹൃദയത്തെ എന്ത് ചെയ്യുക? വചനത്താൽ ഒഴുക. വിത്ത് കൊണ്ടുവരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ് ഓരോരുത്തരുടെ ഹൃദയത്തിലും എന്ത് കൊണ്ടുവരുന്നത്? വിത്ത് കൊണ്ടുവരുന്നത്. എത്ര വലിയ പ്രാസംഗികനായാലും വീണ്ടും ജനിപ്പിക്കാൻ കഴിയുകയില്ല. അതാർക്ക് മാത്രമേ കഴിയുള്ളൂ? പരിശുദ്ധാത്മാവിനും മാത്രം. പ്രാസംഗികന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും? പാപത്തെക്കുറിച്ച് പറഞ്ഞ് അവരുടെ ഹൃദയത്തെ എന്ത് ചെയ്യാൻ ഒക്കും? ഉഴാൻ കഴിയും. പാപത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ ഉഴണം. അവരെ അങ്ങനെ ഹൃദയം ഉഴുതു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നോക്കും, ഇവന്റെ ആഗ്രഹങ്ങളാകുന്നതൊക്കെ പറിച്ചു കളഞ്ഞോ എന്ന് പാപി എന്ന് പറയുന്നതോടുകൂടെ അവന്റെ ഇതെല്ലാം കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് വിത്തുകൊണ്ട് അവന് മനസ്സിലാകണം, അയ്യോ എനിക്ക് വേണ്ടിയത് ഭൗതിക നന്മയല്ല, എനിക്ക് വേണ്ടിയത് സൗഖ്യമല്ല, എനിക്ക് വേണ്ടിയത് ഒരു നന്മയുമല്ല, ഞാൻ നരകത്തിലേക്ക് പോവുകയാണ്, എനിക്ക് നരകത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം, എനിക്ക് രക്ഷകനെ വേണം. അവന്റെ പാപത്തെക്കുറിച്ച് പാപത്തെക്കുറിച്ച് പ്രസംഗിച്ച് പാപത്തെക്കുറിച്ച് പറഞ്ഞ് അവന്റെ ഹൃദയം ഉഴുതു കഴിയുമ്പോൾ അവൻ കരയാൻ തുടങ്ങും, അയ്യോ ഞാൻ പാപിയാണേ, എനിക്ക് രക്ഷകനെ വേണമേ. ഇന്ന് പലവിധത്തിൽ കരയും, കർത്താവേ എനിക്ക് സഹായൻ ആരുമില്ല, നീ മാത്രം എന്റെ സഹായകൻ, എന്റെ അമ്മയും വിട്ടു അപ്പനും വിട്ടു, കർത്താവേ എന്നെ സഹായിക്കണമെന്ന് കരഞ്ഞാൽ അകത്ത് ജനനം നടക്കത്തില്ല. വിത്ത് കൊണ്ടിരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാകുന്ന ദൈവം. പരിശുദ്ധാത്മാവാകുന്ന ദൈവം വിത്ത് വിതയ്ക്കുക. പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ് ഒരാളിൽ വിത്ത് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി അവരെ ഒരുക്കുന്ന പ്രവൃത്തി വചനമെല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ ഹൃദയം ഉഴപ്പെടണം. അങ്ങനെ ഉഴുമ്പോൾ മാത്രമാണ് അവിടെ ഹൃദയം എന്തായിത്തീരുന്നത്. ഇന്ന് വിത്ത് ലഭിക്കുന്നില്ല. ഞങ്ങളുടെ അതിശയോക്തിയായിട്ട് പറയുകയല്ല, 10, 12, 15 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആന്ധ്രയിൽ യോഗങ്ങൾ കഴിഞ്ഞ് ജമ്മു കാശ്മീരിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ട്രെയിനിലിരിക്കുമ്പോൾ ഇന്ത്യ ടുഡേ എന്നുള്ള പുസ്തകം മാസിക, ഇംഗ്ലീഷുള്ളത് മാസിക വായിക്കാനിടയായി. ഇന്ത്യ ടുഡേ നിങ്ങൾ പലരും കണ്ടു കാണും. അതിനകത്ത് എഴുതിയിരുന്നു 80,000 ക്രിസ്ത്യാനികളെ ഒരു മാസം കൊണ്ട് ഹിന്ദുക്കളാക്കി. 80,000 മധ്യപ്രദേശിൽ ഒരു മാസം കൊണ്ട്. അവരതിനകത്ത് എഴുതിയിരുന്നു 17 വർഷം മിഷണറിമാരുടെ പ്രവർത്തനത്തെ ഞങ്ങൾ ഒരു മാസം കൊണ്ട്
മുഴുവൻ തകർത്ത് അവരെ മുഴുവൻ ഹിന്ദുക്കളാക്കി. അതിനകത്ത് 10-12 പേജുണ്ട്. അതിൻ്റെ ഫോട്ടോകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ അവർ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ബിംബങ്ങളൊക്കെ കൊണ്ട് വയ്ക്കുന്നതും ഇതും, അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ വന്ന് അവരുടെ കാലുകൾ കഴുകുന്നതെല്ലാം ഉണ്ട്. വെറും കഥയല്ല. 80,000 പേരെ ഒരു മാസം കൊണ്ട് 80,000 ക്രിസ്ത്യാനികളെ എന്താക്കി? ഹിന്ദുക്കളാക്കി. അപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ കർത്താവേ, ഒരുത്തർക്കും ഈ കാര്യത്തിൽ ഒരുത്തരും ഇതിനകത്ത് ചാകാൻ ഒരുങ്ങിയില്ലല്ലോ, ഒരുത്തർക്കും ഇതിന് എതിർപ്പുണ്ടായില്ലല്ലോ. എൻ്റെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായി. 17 വർഷം മിഷണറിമാരുടെ പ്രവർത്തനം ഒരു മാസം കൊണ്ട് അവരിങ്ങനെ ചെയ്തല്ലോ. കഥയല്ല, സംഭവിച്ച കാര്യമാണ്. ഞാനത് വളരെ ഭാരപ്പെട്ട് എൻ്റെ മാസിക കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഭാരപ്പെട്ടു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു, കർത്താവ് ഇങ്ങനെയുള്ളിടത്ത് ആര് പോകും? അപ്പോൾ എന്നോട് കർത്താവ്, നിന്റെ മകനെ നീ അയക്കുമോ? അപ്പോൾ എൻ്റെ മകൻ അവൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. അത് നിർബന്ധമായി കർത്താവ് വിളിച്ചുകൊണ്ട് വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഞാൻ പറഞ്ഞിട്ടല്ല, നിർബന്ധമായി ഞാൻ പറഞ്ഞു, മോനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിക്കോ. ഇല്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ നിർബന്ധിക്കും. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അവൻ വിവാഹം കഴിച്ച് അവൻ്റെ ഭാര്യ എൻ്റെ ഓഫീസിൽ എന്നെ സഹായിക്കുകയും അവരടുത്ത് യുവാക്കന്മാരുടെ നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എൻ്റെ മകനോട് നീ പറയുകയാണെങ്കിൽ ഞാൻ അവനെ അയക്കാം. ഞാൻ അവിടുന്ന് ആന്ധ്രയിൽ നിന്ന് മടങ്ങി ജമ്മുവിൽ വന്നപ്പോൾ ആ മാസിക പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മകൻ്റെ കൊടുത്തു. കർത്താവ്, ഞാൻ പറഞ്ഞു, കർത്താവ് നീ അവനെ വിളിക്കുകയാണെങ്കിൽ അവനോട് സംസാരിക്കണമേ. മകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവൻ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ അവൻ്റെ ഭാര്യയെ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ ഭാര്യയെ ഇവിടെയുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് പോലും ആലോചിച്ചില്ല. എനിക്കൊരു മകനേ ഉള്ളൂ. അപ്പം എനിക്ക് വേലയ്ക്ക് സഹായമാണ്. ഞാൻ അവൻ്റെ കൊടുത്തു, നിന്റെ ഹിതമാണെങ്കിൽ. ആ മാസിക അവൻ്റെ കൊടുത്തു. അവൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊന്നും അവനോട് പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞിട്ട്, പപ്പ ഇവിടെ മധ്യപ്രദേശിൽ ഇത്രയും പേര് നശിച്ചിട്ട് ഒരുത്തരും എതിരായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പപ്പ പറയുകയാണെങ്കിൽ, പപ്പ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പോകാൻ ഒരുക്കമാണ്. ഞാൻ പറഞ്ഞു, മോനെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവനെയും കൊണ്ട് നേരെ ഭോപ്പാലിൽ പോയി. ഭോപ്പാലിൽ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത് ചെറിയ മുറിയെടുത്ത് വാടകയ്ക്ക് അവിടെ അടുത്ത് പ്രാർത്ഥിച്ചു. പ്രാവശ്യം കർത്താവ് ഒരു സ്ഥലം നിന്ന്. ഭോപ്പാലിൽ ഒരുപാട് പെന്തക്കോസുകാര് ഗോവിന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അത് മലയാളികളുടെ ഇടയിലുള്ള പ്രവർത്തനമാണ്. അപ്പോൾ കർത്താവ് മലയാളിയുടെ പ്രവർത്തനമല്ല, ഹിന്ദുക്കളുടെ. അങ്ങനെ അവിടെ പോയി പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് കൃപ നൽകി. അവരുടെ ഭാര്യയും അവിടെ ചെന്നു. അതിനുശേഷം 6-7 മാസം കഴിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ, അവർ താമസിക്കുന്ന മുസ്ലിങ്ങൾ പറഞ്ഞു, ഇവനെ കൊണ്ടുപോയിക്കോണം, ഇല്ലെങ്കിൽ ഇവന്റെ ഡെഡ് ബോഡി, ഇവന്റെ ശരീരം പോലും, ശവശരീരം പോലും നിങ്ങൾ കിട്ടുകയില്ല. അവന് സാരമില്ല. കൃപയാൽ അവിടെ ജാതിയുടെ പ്രവർത്തനം ആരംഭിച്ചു. പല പ്രാവശ്യം അവൻ അടികൊള്ളേണ്ടി വന്നു, ജയിലിലൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ പോകേണ്ടി വന്നു. പല ഹിന്ദുക്കൾ രക്ഷിക്കപ്പെടുവാനിടയായി. ആ ഹിന്ദുക്കൾ ഒരു പ്രായമുള്ള, അവന്റെ പേരെന്താ, ബീർബൽ, ഒരു പ്രായമുള്ള 10-75 വയസ്സുള്ള ബീർബൽ, അവനെ പട്ടണത്തിലുള്ള ഹിന്ദുക്കളെല്ലാം കൂടെ പിടിച്ച് അടിച്ചിട്ട് ചോദിച്ചു. അവൻ പറഞ്ഞു, എന്നെ കണ്ണമായിട്ട് മുറിച്ചാലും ഞാൻ യേശുവിനെ വിട്ടു പോകത്തില്ലെന്ന് പറയും. കുറച്ചുപേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഹിന്ദുക്കളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷൻ അവര് പോലീസ് അധികാരികൾ മോനെയും മറ്റു ചിലരെയും കൊണ്ട് ഹിന്ദു ക്ഷേത്രത്തിൽ കൊണ്ട് മുട്ടുകുത്താൻ പറഞ്ഞു. അവർ പറഞ്ഞു, കൊന്നാലും ഞങ്ങൾ മുട്ടുകുത്തത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 17 വർഷം 80,000 പേരെ കൊണ്ടുവന്നതിൽ ഒരുത്തരിൽ പോലും എന്തില്ലായിരുന്നു? വചനമാകുന്ന വിത്ത് ഒരുത്തരിൽ പോലുമില്ലായിരുന്നു. ഇപ്പോൾ പലര് മുൻപോട്ട് വരുന്നുണ്ട്. ഇരുമ്പ് വടി കൊണ്ട് ഇപ്പം ഇവർ ആരാധിക്കുന്നിടത്ത് RSSകാര് വടിയും കൊണ്ട് മുൻപോട്ടും പുറകോട്ടും പോയിക്കൊണ്ടിരിക്കും. ചിലവ് ഞായറാഴ്ച ആരാധിക്കപ്പെടും, വെളിയിൽ വന്ന് വടിയും കൊണ്ട് നിൽക്കുക. എന്നാലും ആളുകൾ ധൈര്യത്തോടെ കർത്താവിന്റെ സാക്ഷികളായി അവിടുത്തുകാർ മുൻപോട്ട് പോകുന്നു. എന്താ അതിന് കാരണം? എന്താ? അവിടെ ഹൃദയത്തിൽ എന്തു വന്നു? വചനമാകുന്ന വിത്ത് വന്നു. മറ്റ് 80,000 പേർക്ക് എന്താ? വീടും വെച്ചു കൊടുത്തു, സ്കൂളും പണിത് കൊടുത്തു, അവർക്ക് ഹോസ്പിറ്റലും ഉണ്ടാക്കി കൊടുത്തു, അവരുടെ ഭൗതികാര്യങ്ങളെല്ലാം നടത്തി. അകത്തെന്ത് നടന്നില്ല? വചനമാകുന്ന വിത്ത്. ഇത് സംഭവിച്ച കാര്യങ്ങളാണ്, വേറെങ്ങൊന്നും കടമെടുത്ത് പറയുകയല്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നത്? ഇതെല്ലാം കണക്ക് കൊടുക്കേണ്ടതാണ്. ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടതാണ്.
എല്ലാറ്റിനും കണക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളെ കർത്താവ് ഏൽപ്പിച്ച സുവിശേഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ദൈവത്തിന്റെ ഭവനത്തിൽ ജനിപ്പിക്കുക, ദൈവവുമായിട്ട് ഐക്യതയുണ്ടാകണമെങ്കിൽ എന്തോണം? എഫേസ്യർ 2:14-15 വായിച്ചാട്ട്. ദൈവവുമായിട്ട് യഥാർത്ഥമായി സമ്പർക്കം വരണമെങ്കിൽ എങ്ങനെ വരണം? എഫേസ്യർ 2:14-15. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി ഒരു പുതുമനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം? സൃഷ്ടിക്കണം. ഒരു പുതു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രമേ ദൈവത്തോടുള്ള നിരപ്പ് ആകെയുള്ളൂ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 6 വരെ വായിച്ചാട്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3 മുതൽ 6 വരെ. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഹല്ലേലൂയ. ആത്മാവിനാൽ ജനിക്കപ്പെടണം. ആത്മാവിനാൽ ദൈവത്തിന്റെ ഭവനത്തിൽ എന്ത് ചെയ്യണം? ജനിക്കപ്പെടണം. ആശ്വാസം പ്രാപിക്കാൻ ദൈവഭവനത്തിൽ വന്നാൽ പോരാ. ആത്മാവിനാൽ ദൈവത്തിന്റെ ഭവനത്തിൽ എന്താകണം? ജനിപ്പിക്കപ്പെടണം. ആ വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ വന്ന് ജനനം നടക്കണം. എന്നാൽ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ജനനം നടക്കും. ജനനം നടക്കണമെങ്കിൽ വിത്തകത്ത് വരണം. വിത്തകത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഉഴണം. യെരമ്യാവ് 4:3 വായിച്ചാട്ട്. യെരമ്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. യെരമ്യാ 4:3. യഹൂദ പുരുഷന്മാരുടെ യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവീൻ. മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ എന്ത് ചെയ്യണം? തരിശു നിലം ഉഴണം. എന്നാൽ ഇന്ന് കർത്താവിൽ വിശ്വസിച്ചു, അവരുടെ ഹൃദയം മനുഷ്യരുടെ ഹൃദയത്തെ ഉഴുന്ന കാര്യത്തിന് സമയമില്ല. രോഗശാന്തിക്കാരൻ വന്നു, ആൾക്കൂട്ടം. ഇപ്പൊ ഇവിടെ ഒരു വിടുതൽ ശുശ്രൂഷ നടക്കുകയാണെങ്കിൽ ഈ താഴത്തെ റോഡിൽ പോലും ആളുകൾ നിറഞ്ഞിരിക്കും. ഇവിടെ എല്ലാം ഭയങ്കര തള്ളായിരിക്കും. ഇവിടെ നിന്ന് സീറ്റ് കിട്ടാൻ പ്രയാസമായിരിക്കും. ഭയങ്കര തള്ളായിരിക്കും. വിടുതൽ വന്നിട്ട് അത് മനുഷ്യന് ഭൗതികമായ കാര്യമാണ് ആവശ്യം. എന്നാൽ യഥാർത്ഥമായി വചനമാകുന്ന വിത്തകത്ത് കൊണ്ടുവരണമെങ്കിൽ പാപത്തെക്കുറിച്ച് പറഞ്ഞ് അവരുടെ പാപത്തെക്കുറിച്ചുള്ളതായ മാനസാന്തരം വന്ന് ഹൃദയം ഉഴപ്പെടണം. ഹൃദയം ഉഴണമെങ്കിൽ അവന്റെ ഉള്ളിലുള്ളതായ ശക്തിക്കെതിരെ പോരാടി അവനെ പിടിച്ചിരിക്കുന്ന ശക്തിക്ക് പിടിച്ച് അവനെ അതിൽ നിന്ന് വിടുവിച്ച് അവന്റെ ഹൃദയം ഉഴണം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായമാണ്. 12-ാം അധ്യായത്തിന്റെ 29 വായിച്ചാൽ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? അപ്പോൾ ആരുടെയെല്ലാം ഹൃദയത്തിൽ ശത്രു വസിക്കുന്നുണ്ടോ അവരെ ഭരിക്കുന്ന ശത്രുവുമായി പോരാടി ആ ശത്രുവിനെ അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി അവന്റെ ഹൃദയം ഉഴുതിൽ കഴിയുമ്പോൾ പശുത്താത്മാവ് എന്ത് കൊണ്ടുവരും? രക്ഷയുടെ വിത്ത് അവനിലേക്ക് കൊണ്ടുവരാൻ വീണ്ടും ജനിക്കും. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നാം ഇതിൽ എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? ദൈവം തന്റെ വചനപ്രകാരമാണല്ലോ കാര്യം ചെയ്യുന്നത്. എന്റെയോ നിങ്ങളുടെയോ ശുപാർശ പ്രകാരമോ ഇഷ്ടം പോലെ അല്ലല്ലോ. ദൈവം തന്റെ പ്ലാൻ പ്രകാരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒടുവിലത്തെ കാലത്ത് നമുക്കതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവേ,
ഞാൻ ഇത്ര ആഴമായിട്ട് ചിന്തിച്ചിരുന്നില്ല. ഇന്ന് പകൽക്കാലം ഇതിനെക്കുറിച്ച് ചിന്തിപ്പാൻ എനിക്കൊരു അവസരം തന്നല്ല കർത്താവെ. ഇനിയുമുള്ള എൻ്റെ ജീവിതത്തിലുള്ള സമയം കർത്താവെ, ഹൃദയങ്ങളെ നല്ലവണ്ണം മുഴുവാൻ, പാപത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ, അവരുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളെക്കുറിച്ച് പ്രസംഗിച്ച് അവരുടെ ഹൃദയങ്ങൾ ഉഴുതപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവെ നിൻ വിത്ത് കൊണ്ടിടത്തക്കൊണ്ടും അവരുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ വണക്കി കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇനിയെങ്കിലും ഉള്ള സമയമെങ്കിലും ദൈവദാസന്മാരെ, ദൈവദാസിമാരെ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത് പോലെ അവൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ നിരാശപ്പെടാതെ ഇനിയുമെങ്കിലും എനിക്ക് കിട്ടുന്നതായ അവസരം ഞാൻ ആരോടെങ്കിലും സുവിശേഷം പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രാപിപ്പാനല്ല, അവിടെ ഹൃദയം മുഴുവാൻ ഞാൻ ശ്രമിക്കും. കർത്താവെ, പരിശുദ്ധാത്മാവെ, എനിക്കതിന് കൃപ തരണമേ. അവിടെ ഹൃദയങ്ങളെ ഉഴുവാൻ. എങ്കിൽ മാത്രമേ അവർക്ക് വീണ്ടും ജനനം നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ വചനത്തിൻ്റെ വിത്ത് കൊണ്ടുവരികയുള്ളല്ലോ. അതിനുവേണ്ടി എന്നെ തന്നെ ഒരുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെയും പറഞ്ഞു, നാം കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുന്നത് ഞാൻ ഏതെങ്കിലും പുതിയ വചനം പഠിപ്പിക്കുവാനല്ല, വചനമാകുന്ന കണ്ണാടിയിൽ കൂടെ നമ്മളെ തന്നെ ഒന്ന് കാണുവാൻ. ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, അതിനുവേണ്ടി കർത്താവ് തന്നൊരു നല്ല അവസരമാണ്. ആ അവസരത്തെ പാഴാക്കി കളയാതെ നമ്മളെ തന്നെ ആരാഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവെ, എന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കുന്നു, എന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ഇതുവരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു, ഇനി ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ.